السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മുസ്ലിം സമുദായം ഈ ഒരു തെറ്റിൽ നിന്ന് പിന്മാറാത്ത കാലത്തോളം ഈ സമൂഹം എന്നും നൊമ്പരങ്ങൾ, വേദനകൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഈ ഒരു തെറ്റ് കൂടുതലായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഈ തെറ്റ് ഇവിടെ മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഒരു തെറ്റ് കാരണമാകുമെന്ന് മുത്തായ റസൂൽ. ഇന്ന് മുസ്ലിമുകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് കാരണമായി പലരും പറയും. പല രാഷ്ട്രീയ നേതാക്കന്മാരെ, പാർട്ടികളൊക്കെ പലതും പല രീതിയിലൊക്കെ അവതരിപ്പിക്കും. ഇന്ന് നമ്മുടെ നാടുകളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ, ഇതിനൊക്കെ കാരണം മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ഒരു തെറ്റിന് നാം പിന്മാറാത്ത കാലത്തോളം നാം ഒരിക്കലും നന്നാവൂല, നാം ഒരിക്കലും ഈ വേദനകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല എന്നാണ്. മുസ്ലിം സമുദായത്തിൻ്റെ നൊമ്പരങ്ങൾ ഇന്ന് പല നാടുകൾ നോക്കിയാൽ നമ്മുടെ വേദനിപ്പിക്കുന്ന ഓരോ കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ ഒരു വേദനയെക്കുറിച്ച് സ്വഹാബത്തിനോട് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് വേദന കൊണ്ട് ചോദിച്ചു, ഖില്ലത്ത് യൗമൈദിൻ നബിയെ, അന്ന് മുസ്ലിമുകൾ കുറവായിരിക്കുമല്ലേ, അങ്ങനെയായിരിക്കുമല്ലേ അവർ ഒരുപാട് നൊമ്പരങ്ങൾ, വേദനകൾ സഹിക്കേണ്ടി വരുന്നത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, വലാകിന്നക്കും അല്ല, ലാ, ഒരിക്കലുമല്ല, അവർ കുറഞ്ഞതിൻ്റെ പേരിലല്ല, അവർ തന്നെയായും ഭൂരിഭാഗം, എന്നാലോ അവർ ഹുസാഅനാണ് എന്നാണ് മുത്താ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. യുഷഖു അൻ തദഅ അലൈക്കുമുൽ ഉമം കമാ തദഅൽ ആഖിലതു ഇലാ ഖസ്അതിഹാ. സുപ്രയിലേക്ക് തീറ്റക്കാരൻ, ഭക്ഷണത്തോട് ആർത്തി ഉള്ളവൻ ഭക്ഷണം എങ്ങനെയാണോ മാന്തി തിന്ന് തീർക്കുന്നത്, അതുപോലെ സമൂഹം മുസ്ലിം സമുദായത്തെ മാന്തി തിന്ന് തീർക്കും. ഇവിടുന്ന് മുസ്ലിമുകളെ ഇല്ലായ്മ ചെയ്യും. അത്രത്തോളം മുസ്ലിമുകളെ വേദനിപ്പിച്ചു കൊണ്ടേയിരിക്കും. ഇത് കേൾക്കുമ്പോൾ സ്വഹാബത്ത് ചോദിച്ചൊരു ചോദ്യമാണിത്. അന്ന് അവർ കുറവായിരിക്കുമോ എന്നുള്ള ചോദ്യം. അല്ലാത്ത സങ്കടമായി സ്വഹാബത്തിനൊക്കെ. വലാകിന്നക്കും, ഒരിക്കലുമല്ല, എന്നാലോ അവർക്ക് പറ്റിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഓസാവുൻ, അവർ മഴവെള്ളത്തിലെ മാലിന്യമായിരിക്കുമെന്നാണ്. മുസ്ലിമീങ്ങൾ മഴവെള്ളത്തിലെ മാലിന്യമായിരിക്കും. മലവെള്ളത്തിൽ ഒലിക്കുന്ന മാലിന്യം, ആ മാലിന്യത്തിലെല്ലാം ഉണ്ടാകും. ഇന്നലെ ചത്ത പൂച്ചയുണ്ടാകും, പാമ്പിൻ്റെ മുള്ളുണ്ടാകും, എല്ലാം ഉണ്ടാകും. ഈ മലവെള്ളത്തിൽ വരുന്ന മാലിന്യം ഉണ്ടല്ലോ, ഈ മാലിന്യത്തിനൊരു ദിശാബോധം ഉണ്ടാവില്ല. എവിടേക്കാ സഞ്ചരിക്കുന്നത് ഒന്നും അറിയില്ല. വെള്ളം എങ്ങോട്ട് സഞ്ചരിക്കുന്നു അങ്ങോട്ട് സഞ്ചരിക്കും. ആരെങ്കിലും ഒരു ആയത്തും ഹദീസും പറയുമ്പോഴേക്കും ഈ മുസ്ലിം സമുദായം ഒരു ദിശാബോധമുള്ള ഒരു നേതാവിൻ്റെ പിന്നിൽ ഐക്യത്തോടു കൂടി പ്രവർത്തിക്കാത്ത കാലത്തോളം. മറ്റൊരു കാരണം, ദുനിയാവിനോട് വല്ലാത്ത മോഹവും വകറാഹിത്തുൽ മൗത്ത്, മരണത്തെ വെറുക്കുന്ന ഒരവസ്ഥയെ. സമ്പത്തുണ്ടാക്കണം, കാരണം താൻ, തൻ്റെ ഭാര്യ, തൻ്റെ മക്കൾ, തൻ്റെ ബിസിനസ് കഴിഞ്ഞു. ഇങ്ങനെയുള്ള ചിന്താഗാരികളെ കൊണ്ട് ഇവിടെ ഉണ്ടാകുന്ന അബദ്ധങ്ങൾ ചെറുതല്ല. നാം ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ ഇവിടെ തരണം ചെയ്യേണ്ടി വരും. നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഐക്യം തകർന്നു പോവുക. ഒരു പാർട്ടി ഉണ്ടാക്കാനോ ഒരു പത്താളെ കൂട്ടാനോ ഇക്കാലത്തൊരു പ്രയാസവുമില്ല. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ലഖീതും ഫിഅതൻ. നിങ്ങൾ ഒരു സംഘത്തെ, പരിശുദ്ധമായ ദീനിനെതിരായി, പരിശുദ്ധമായ ദീനിനെ മാന്തി തിന്നാൻ ഒരു സമൂഹം, ഒരു സമുദായം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നാം ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്ത് അംഫാലിൽ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഫസ്ബുതു, നിങ്ങൾ ഉറച്ചു നിൽക്കുക. അതാണ് ഒന്നാമത്. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലക്കും, നിങ്ങൾ അല്ലാഹുവിനെ ധാരാളം ഓർക്കുക എന്നുള്ളതാണ്. എന്തിൻ? ലഅല്ലക്കും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കാൻ. മൂന്നാമത് പറയുന്നു, വഅതീഉല്ലാഹ വറസൂല,
അള്ളാഹുവിനും അള്ളാഹുവിൻ്റെ റസൂലിനെ നിങ്ങൾ അനുസരിക്കുക. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത് എന്നുള്ളതാണ്. ഇന്ന് എന്താണ്? നേതൃത്വം ഉണ്ടായിരിക്കുമേ മറ്റൊരു നേതൃത്വം. ഒരു പള്ളിയിൽ അല്ലെങ്കിൽ ഒരു സംഘടനയിൽ അല്ലേ, വീണ്ടും നമുക്കൊരു സ്ഥാനം കിട്ടണമല്ലോ. അപ്പം ഇതിൻ്റെ പിന്നാലെ പോയാൽ നമുക്ക് കിട്ടൂലല്ലോ. അപ്പം നമുക്ക് പുതിയൊരു പാർട്ടി ഉണ്ടാക്കണം. വലാ തനാസഉ, നിങ്ങൾ പരസ്പരം ഭിന്നിക്കരുത്. ഫതഫ്സലൂ വതദ്ഹബു റീഹക്കും, നിങ്ങൾ ഭിന്നിച്ചാൽ ഭീരുത്വമുള്ളവരാകും, നിങ്ങളുടെ കാറ്റ് പോകുമെന്നാണ്. വസ്ബിറൂ ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ഇത് അത്ഭുതമാണ്. വസ്ബിറൂ, നിങ്ങൾ ക്ഷമിക്കുക. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, ക്ഷമ ഉള്ളവരെ കൂടെ അള്ളാഹു ഉണ്ടാവും. നമ്മൾ സംഘത്തിൽ പ്രവർത്തിക്കുമ്പോൾ, ഒരു സംഘത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുമ്പോൾ, നാം സംഘടിതരായി പ്രവർത്തിക്കുമ്പോൾ നമ്മെ തോൽപ്പിക്കാനോ നമ്മളെ മാന്തി തിന്നാനോ ഒരാൾക്കും സാധ്യമല്ല. ഒരു സംഘത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും അവിടെ ക്ഷമ വേണം. ഇല്ലെങ്കിൽ എന്ത് ക്ഷമമാണ്? അവനും അവൻ്റെ ബിസിനസ്സും അവൻ്റെ ഭാര്യ അവൻ്റെ മക്കൾ തീർന്നു. ഇവർക്ക് ക്ഷമത്തിൻ്റെ ആവശ്യമില്ല. സംഘടിതമായി പ്രവർത്തിക്കുമ്പോൾ ക്ഷമ വേണം. ഒരു സംഘത്തിൻ്റെ ഒരു നേതാവ് തനിക്കിഷ്ടപ്പെടാത്ത ഒരാളായിരുന്നതിൻ്റെ പേരിൽ വീണ്ടും ഒരു സംഘടന ഉണ്ടാക്കുക. നമ്മുടെ മുസ്ലിം സമുദായത്തിൽ ഈ ഫിർഖത്ത് ഇങ്ങനെ അധികരിച്ചു കൊണ്ടുവരികയാണ്. സംഘത്തോടൊപ്പം നിൽക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അലൈക്കും ബിൽ ജമാ, ഐക്യത്തിൽ നിങ്ങൾ നിലനിൽക്കുക, സംഘത്തിനോടൊപ്പം നിലനിൽക്കുക. കാരണം വയ്യാക്കും വൽ ഫിർഖ, ഫിർഖത്തിനെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. മൻ സസ്സ സുസ്സ ഫിന്നാർ, ഒറ്റപ്പെട്ടാൽ നരകത്തിലും ഒറ്റപ്പെടേണ്ടി വരും എന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇത്തബിഉ സവാദൽ അവമ, അതായത് ഭൂരിഭാഗമുള്ള സംഘത്തോടൊപ്പം നിങ്ങൾ നിലനിൽക്കണം. യദുല്ലാഹി മഅൽ ജമാ, അള്ളാഹുവിൻ്റെ ശക്തി ഉള്ളത് സംഘത്തോടൊപ്പമാണ്. നാം സംഘടിതരാകണം. മുസ്ലിമീങ്ങൾ ഒന്നിക്കണം. ഒന്നിച്ച് പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കാൻ പോകുന്നത്? ഒന്നും സംഭവിക്കാൻ പോകൂല എന്ന് വിചാരിച്ചവരുണ്ട്. തീർച്ചയായും അവർക്ക് കനത്ത ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. വൗലായിക ലഹും അദാബുൻ അലീം, അവർക്ക് വേദനജനകമായ ശിക്ഷയുണ്ട്. അലീമായ ശിക്ഷ അവർക്ക് അള്ളാഹു നൽകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ പൊളിക്കാതിരുന്നതിൻ്റെ ഏറ്റവും വലിയ കാരണം ഇവിടെ അനൈക്യമുണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടാണ് എന്നാണ്. നമ്മുടെ ഇടയിൽ അനൈക്യമുണ്ടാക്കാൻ നമുക്ക് മുൻപന്തിയിലാണ്. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവരെയാണ് അല്ലേ. നാളെ പരലോകത്ത് ഒരു വിഭാഗം അമ്പിയാക്കൾ പോലും അസൂയപ്പെട്ടു പോകുന്ന ഒരു വിഭാഗമുണ്ട്. അള്ളാഹുവിന് വേണ്ടി ഐക്യത്തോടു കൂടി സംഘത്തോടു കൂടി നിലനിന്നവരെ എന്ന് മുത്തായ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വിശുദ്ധ ഖുർആൻ പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമിഅ വലാ തഫറഖു, നിങ്ങൾ അള്ളാഹുവിൻ്റെ കയറിനെ മുറുകെ പിടിക്കുക. വലാ തഫറഖു, നിങ്ങൾ ഭിന്നിക്കരുത് എന്നാണ്. ഈ ഭിന്നത നമുക്കുണ്ടാക്കുന്ന നാശങ്ങളാണ് ഇന്ന് ഈ സമൂഹം, ഈ സമുദായം വേദനിക്കുന്ന വലിയ പ്രയാസത്തിനൊക്കെ കാരണമായത്. നാം എല്ലാവരും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായും ഏതൊരു ശക്തിയെ നമുക്ക് നേരിടാൻ സാധ്യമാണ് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. ഐക്യത്തിന് എതിരായാണ് നാം നീങ്ങുന്നതെങ്കിൽ, ഒരു ഐക്യത്തോടു കൂടി ഒരു സംഘം ശക്തി മുന്നോട്ട് പോകുമ്പോൾ മുസ്ലിം സമുദായത്തിൽ ഒരു ദിശാബോധമുള്ള ശക്തിയായിരിക്കണം. ദിശാബോധമില്ലാത്ത ഏതെങ്കിലും പിന്നിൽ നാം സംഘത്തോടു കൂടി കൂടേണ്ടതല്ല. മഴവെള്ളത്തിലെ മാലിന്യമാകരുത് നാം. ഇതെവിടേക്കാ പോകുന്നത്? ഇതെവിടുത്തെ ലക്ഷ്യം എന്താണ്? ഒരു ബസ്സിൽ കയറുമ്പോൾ എവിടേക്ക് പോകുന്നു? ബസ് പോകുന്നു എവിടേക്ക് പോകല. അതുകൊണ്ട് മുത്തായ റസൂൽ പറഞ്ഞു, അവർ മഴവെള്ളത്തിലും മാലിന്യമാകും. അവർക്കറിയില്ല, എല്ലാവരും കൂടി അപ്പോൾ ഒരു കൂടി എന്നല്ലാതെ ഇതിൽ ഒരു ആത്മാർത്ഥതയും ഈ ഒരു കൂട്ടത്തിൽ നമുക്ക് വിജയം കരസ്ഥമാക്കണം, ഈ ഒരു കൂട്ടം അല്ലാഹുവിന് ഇഷ്ടമാണ്, അങ്ങനെ ഒരു ചിന്താഗതി, ഇതിൻ്റെ ഒരു ദിശാബോധമില്ലാത്ത. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനു മഅസ്സാദിഖീൻ, ഓ സത്യവിശ്വാസികളെ, കൂനു മഅസ്സാദിഖീൻ, നിങ്ങൾ സ്വാദിഖീങ്ങളെ കൂടെയാകണം എന്നുള്ളത്. സ്വാദിഖീങ്ങളെ കൂടെ സംഘടിതരാകണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മുസ്ലിങ്ങളിൽ ഐക്യം അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഐക്യം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരാടത്ത് ഭിന്നത ഉണ്ടാക്കാൻ ഒരു പ്രശ്നമല്ല, ഒരു മുഅ്മിൻ്റെ അടയാളമാണ്.
മറ്റവൻ്റെ അബദ്ധങ്ങൾ മറച്ചു വെച്ച് അവൻ്റെ നന്മകൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവൻ ഒരുപാട് നന്മകൾ ചെയ്തിരിക്കും, അതെല്ലാം മറച്ചു വെക്കും. ഏതെങ്കിലും ഒരു തിന്മ അവൻ്റെ ഭാഗത്തുനിന്ന് വന്നാൽ, മനുഷ്യനല്ലേ, അബദ്ധം സംഭവിക്കൂലേ, ആ വന്ന സമയത്ത് ആ അബദ്ധത്തെ പിടിച്ചുയർത്തിക്കൊണ്ട് അവിടെ അനീക്കമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നാം നടത്തും. ഇതാണ് പലയിടങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ സമൂഹത്തെ, സമുദായത്തിന് കാർന്നു തിന്നാൻ, മാന്തി തിന്നാൻ അവസരമുണ്ടാക്കി കൊടുക്കുകയാണ്. അള്ളാഹു മുസ്ലിമുകൾക്കുള്ള ഐക്യം അള്ളാഹു നിലനിർത്തട്ടെ. ഐക്യത്തോടും ദിശാബോധമുള്ള സംഘത്തിൻ്റെ പിന്നിൽ നാം അടിയുറച്ച് നിൽക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇത് ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.